Hello guys, welcome back to Peak Time Learners. ഈ വീഡിയോയിൽ LBSMC എൻട്രൻസ് എക്സാമിനേഷൻ 2024 സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കോർഡിനേറ്റ് ജോമെട്രി ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോർഡിനേറ്റ് ജോമെട്രിയുടെ ഫുൾ കോൺസെപ്റ്റ്സ്, ഫോർമുലാസ് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് റെക്ടാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, ഇക്വേഷൻ ഓഫ് എ ലൈൻ, മിഡ് പോയിന്റ്, ഇൻ്റർസെക്ഷൻ എക്സെട്ര, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ, ഡിസ്റ്റൻസ് ഫോർമുല, പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്, പരബോള, എലിപ്സ്, ഹൈപ്പർബോള, സിമ്പിൾ ജോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് such as translation, rotation, scaling, shearing, etc. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ റെക്ടാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. 2D 3D ജോമെട്രി ഒക്കെ പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഇത് 2Dയിലാണ്, അപ്പോൾ റെക്ടാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ് വരുന്നത്. ഇതാണ് ബേസിക്സ്, കോർഡിനേറ്റ് ജോമെട്രിയുടെ ബേസിക്സ് ആണ് ഇത്. ഇതിൽ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ഡാഷ്, ഇത് വൈ ഡാഷ്. ഇപ്പോൾ എക്സ് പോസിറ്റീവാണ്, വൈ പോസിറ്റീവ്, എക്സ് ഡാഷ് ആൻഡ് വൈ ഡാഷ് നെഗറ്റീവാണ്. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇതാണ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സ് ആൻഡ് വൈ രണ്ടിൻ്റെ വാല്യൂസ് പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആൻഡ് വൈൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റിൽ എക്സ് ആൻഡ് വൈ രണ്ടിൻ്റെ വാല്യൂസ് നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവും വൈൻ്റെ വാല്യൂ നെഗറ്റീവും ആയിരിക്കും. എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഒരു പോയിൻ്റ് ഉണ്ട് 2,3, P(2,3). ഇവിടെയാണ് ആ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ ഈ പോയിൻ്റ് 2,3യിലെ 2 ആണ് എക്സ് ആക്സിസിൻ്റെ വാല്യൂ ആൻഡ് 3 ആണ് വൈ ആക്സിസിൻ്റെ വാല്യൂ. അതാണ് 2,3 എന്ന് പറയുന്നത്. ഇത് 2 and 3 രണ്ടും പോസിറ്റീവ് അല്ലേ, അപ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും വരുന്നത്. പിന്നെ ഉള്ളതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഒരു ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് AX + BY + C = 0. ഇപ്പോൾ ഈ റെക്ടാങ്കുലർ കാർട്ടീഷ്യനിൽ ഒരു ലൈൻ ഉണ്ടെന്ന് വെച്ച് ഈ ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിരിക്കും AX + BY + C = 0. ഇതിൽ A, B ആൻഡ് C മൂന്ന് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് X ആൻഡ് Y കോർഡിനേറ്റ്സ് ആയിരിക്കും. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇതാണ് ഒരു ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഈ ലൈനിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അത് ഇതിൽ നോക്കാം. ഫസ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് പഠിക്കാം. ആദ്യം ഉള്ളതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് P(x1, y1) ആൻഡ് P(x2, y2). ഇപ്പോൾ ഒരു കോർഡിനേറ്റ് ഉണ്ട്, അതിൽ രണ്ട് പോയിൻ്റ് ഉണ്ട്, ഇതും ഒരു പോയിൻ്റ് ആൻഡ് ഇതും ഒരു പോയിൻ്റ്. ഈ രണ്ട് പോയിൻറ്റിൻ്റെയും ഡിസ്റ്റൻസാണ് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് പോയിൻ്റ് എ, ഇത് പോയിൻ്റ് ബി എന്ന് വെച്ചാൽ പോയിൻ്റ് എയുടെ കോർഡിനേറ്റ്സ് ആണ് x1, y1 ആൻഡ് പോയിൻ്റ് ബിയുടെ കോർഡിനേറ്റ്സ് ആണ് x2, y2. ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് PQ. AB is equal to √(x2 - x1) the whole square plus y2 - y1 the whole square. ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് പോയിൻറ്റ്സ്, ഇപ്പോൾ ഒരു പോയിൻറ്റ് 6, -4 പിന്നെ വേറൊരു പോയിൻറ്റ് 3, 0 ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ് √3 - 6 the whole square plus 0 - -4 the whole square. ഇവിടെ -4 അല്ലേ y1ൻ്റെ വാല്യൂ, അതുകൊണ്ട് 0 - -4 the whole square which is equal to -√(-3² + 4² = √9 + 16 = √25. ആൻസർ 5 ആണ്. ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിനെ ഒരു പോയിൻ്റ് ഡിവൈഡ് ചെയ്യുവാണ്. ഇതിൻ്റെ റേഷ്യോ m:n. ഇതിൻ്റെ അളവ് m, ഇതിൻ്റെ റേഷ്യോ n. m:n റേഷ്യോ വെച്ചിട്ടാണ് ഈ ലൈനിനെ ആ പോയിൻ്റ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അതിനുള്ള ഫോർമുലയാണ് mx2 + nx1 / m + n, my2 + ny1 / m + n. ഇത് ഇൻറ്റേർണലി ഡിവൈഡ് ചെയ്യുന്നതാണ്. ഒരു ലൈനെ ഇൻറ്റേർണലി ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഫോർമുലയാണ് ഇഫ് എ പോയിൻറ്റ് ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ റേഷ്യോ m:n ഇൻറ്റേർണലി ദെൻ ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് mx2 + nx1 / m + n, my2 + ny1 / m + 1. ഫോർ എക്സാമ്പിൾ ഇത് m = n ആണെന്ന് വെച്ചോ. സപ്പോസ് ഈ ലൈൻ സെഗ്മെൻറ്റ് മിഡ് പോയിൻറ്റിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ ഫോർമുല മാറും. x1 + x2 / 2, y1 + y2 / 2. ഇതാണ് മിഡ് പോയിൻറ്റ് ഫോർമുല. ഇത് നമ്മൾ ആദ്യം പഠിച്ചത് സെക്ഷൻ ഫോർമുല ആണ്. ഇത് മിഡ് പോയിൻറ്റ് ഫോർമുല. പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുല ആണ് ഒരു പ്ലെയിനിൽ 3 പോയിൻറ്റ്സ് ഉണ്ട്, 1, 2 and 3 3 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 പോയിൻ്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടത്തില്ലേ? ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അതിനൊരു ഫോർമുല ഉണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു ½
മോഡുലസ് ഓഫ് x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. 3 പോയിൻറ്റിൻ്റെയും കോർഡിനേറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല വെച്ച് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഒരു ലൈൻ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബേസ് ചെയ്തിട്ടുള്ളതാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. ആൻഡ് ഫസ്റ്റ് ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ആ തീറ്റ എന്ന് പറയുന്ന പേരാണ് ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ. ഫോർ എക്സാമ്പിൾ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇപ്പോൾ ഒരു ലൈന് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഇത് ആംഗിളാണ് തീറ്റ. ഈ തീറ്റ തന്നെയാണ് ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ ഈസ് ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ. നമ്മൾ ടാൻ തീറ്റ എടുക്കുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് കിട്ടും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സ്ലോപ്പ്. സ്ലോപ്പ് നമ്മൾ എം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇപ്പോൾ ഒരു ആംഗിൾ മാത്രം കൊടുത്തിട്ട് ആ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ടാൻ തീറ്റ എടുത്താൽ മതി, ആ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടും. നെക്സ്റ്റ് വൺ ആണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ വെൻ കോർഡിനേറ്റ്സ് ഓഫ് എനി 2 points ഓഫ് ദി ലൈൻ ആർ ഗിവൻ. ഇപ്പോൾ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഈ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു 2 points ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. എം ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതിൽ y2 ആൻഡ് x2 ഇത് രണ്ടും സെക്കൻഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. x1 y1 ഫസ്റ്റ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ 2 പോയിൻറ്റ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാം. എം ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. പിന്നെ ഉള്ളതാണ് കണ്ടീഷൻസ് ഫോർ പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ലൈൻ ഇൻ ടേംസ് ഓഫ് ദിയർ സ്ലോപ്സ്. സ്ലോപ്പിൻ്റെ വാല്യൂസ് വെച്ച് രണ്ട് ലൈൻ പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ 2 ലൈൻ ഉണ്ട്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇതിൽ 2 ലൈൻ ഉണ്ട്, L1 L2. അതിൻ്റെ ആംഗിൾ L1 മേക്ക് ചെയ്യുന്നത് ബീറ്റ ആണ് ആംഗിൾ, L2 മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ ആണ്. ഇപ്പോൾ 2 ലൈന് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ലൈനും പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ എന്ന് നോക്കണം. ഇഫ് സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ലൈൻ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ, ഇറ്റ് ഈസ് പാരലൽ. സ്ലോപ്പ് ഓഫ് 1 ലൈൻ, അതായത് M1 ഈക്വൽ ടു M2 ആണെങ്കിൽ 2 ലൈൻസും പാരലലാണ്. പിന്നെ M1 ഇൻറ്റു M2 ഇസ് ഈക്വൽ ടു -1 അങ്ങനെയാണെങ്കിൽ ആ 2 ലൈൻസും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ പാരലലിൻ്റെ കണ്ടീഷൻ ഇതാണ്. M1 ഈക്വൽ ടു M2, സ്ലോപ്പ് ഓഫ് 1 ലൈൻ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് അനദർ ലൈൻ ആണെങ്കിൽ അത് പാരലൽ ലൈൻസ് ആണ് 2 ലൈൻസും. ആൻഡ് സ്ലോപ്പ് ഓഫ് 1 ലൈൻ ഇൻറ്റു സ്ലോപ്പ് ഓഫ് അനദർ ലൈൻ ഈക്വൽ ടു -1 ആണെങ്കിൽ ദറ്റ് ഈസ് പെർപെൻഡിക്കുലർ ലൈൻസ്. 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. നെക്സ്റ്റ് വൺ കൊളീനിയറിറ്റി ആണ്. ഇപ്പോൾ 3 പോയിൻറ്റ്സ് ഉണ്ട്. ഒരു പ്ലെയിനിൽ 3 പോയിൻറ്റ്സ് ഉണ്ട്. ആ 3 പോയിൻറ്റ്സും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നതെങ്കിൽ ആ 3 പോയിൻറ്റ്സും കൊളീനിയർ ആണ്. ഇപ്പോൾ 3 കൊളീനിയർ, ഇപ്പോൾ ആ 3 പോയിൻറ്റ്സും കൊളീനിയർ ആയിരിക്കും. ഈ 3 പോയിൻറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നതെങ്കിൽ ആ 3 പോയിൻറ്റ്സും കൊളീനിയർ ആയിരിക്കും. അപ്പോൾ ഇഫ് 3 പോയിൻറ്റ്സ് ആർ കൊളീനിയർ, സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി. ഇപ്പോൾ 3 പോയിൻ്റ് ഉണ്ട്. ഇത് പോയിൻറ്റ് എ, ഇത് പോയിൻറ്റ് ബി ആൻഡ് ഇത് പോയിൻറ്റ് സി. 3 പോയിൻറ്റും സ്ട്രെയിറ്റ് ലൈൻ. 3 പോയിൻറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നതെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി. ഇതാണ് കൊളീനിയാരിറ്റി. നെക്സ്റ്റ് വൺ വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. നമ്മൾ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഓർ ജനറൽ ഇക്വേഷൻ നോക്കി. AX + BY + C is equal to 0. അതാണ് ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഓർ ജനറൽ ഫോം. ഇത് ലൈന് ഡിഫറെൻറ്റ് ഫോംസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് പോയിൻറ്റ് സ്ലോപ്പ് ഫോം. ഒരു പോയിൻ്റ് ആൻഡ് നമുക്ക് ആ ലൈനിൻ്റെ സ്ലോപ്പ് അറിയാമെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ആ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. പോയിൻറ്റ് സ്ലോപ്പ് ഫോം y മൈനസ് y1 is equal to m into x minus x1. ഇതിൽ m ആണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ. y1 and x1 and y1 are the coordinates of the point given. അപ്പോൾ കോർഡിനേറ്റ്സ് കൊടുത്തിട്ടുള്ള പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സും സ്ലോപ്പ് വാല്യൂവും നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. സെക്കൻഡ് വൺ ആണ് 2 point ഫോം. ഇപ്പോൾ ഒരു ലൈനിൻ്റെ 2 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 2 പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്കറിയാമെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും.
y minus y1 divided by x minus x1 is equal to y2 minus y1 divided by x2 minus x1. ഇതിലെ x1 and y1 ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ്, x2 and y2 വേറെ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. The next one is point intercept form. നമ്മൾക്ക് ഇപ്പോൾ ഒരു ലൈനിൻ്റെ സ്ലോപ്പും പിന്നെ അതിൻ്റെ ഇൻ്റർസെപ്റ്റും അറിയാമെങ്കിൽ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇതിൽ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് y ഇൻ്റർസെപ്റ്റ് ബേസ് ചെയ്തിട്ട് പിന്നെ വേറെ ഒന്ന് x ഇൻ്റർസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് വൺ y ഇൻ്റർസെപ്റ്റ് ആണ്. y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി. ഇതിൽ m സ്ലോപ്പാണ്, c ഈസ് y ഇൻ്റർസെപ്റ്റ് ആണ് c. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആണ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി. നമുക്ക് y ഇൻ്റർസെപ്റ്റ് അറിയുകയാണെങ്കിൽ ഈ y ഇൻ്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ അറിയുകയാണെങ്കിൽ ഈ ഫോർമുല വെച്ചിട്ട് ഇക്വേഷൻ ഓഫ് ലൈൻ ഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് x ഇൻ്റർസെപ്റ്റിൻ്റെ. ഇപ്പം നമുക്ക് സ്ലോപ്പിൻ്റെ വാല്യൂ പിന്നെ എക്സ് ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ അറിയുകയാണെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ലൈനിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. y ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ഡി. ഇതിൽ m സ്ലോപ്പ് വാല്യൂ ആണ്, d ഇസ് എക്സ് ഇൻ്റർസെപ്റ്റ്. നെക്സ്റ്റ് വൺ ആണ് ഇൻ്റർസെപ്റ്റ് ഫോം. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1. ഇതിൽ എ എക്സ് ആക്സിസിൻ്റെ ഇൻ്റർസെപ്റ്റ് ആണ്, ബി വൈ ഇൻ്റർസെപ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് നോർമൽ ഫോം. ഇപ്പോൾ നമുക്ക് ആംഗിൾ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ അറിയുകയാണെങ്കിൽ ഈ ഫോം യൂസ് ചെയ്തിട്ട് ലൈനിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാം. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ഇതിൽ ഒമേഗ ആംഗിൾ ആണ് ആൻഡ് പി ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ. നെക്സ്റ്റ് വൺ ഇൻ്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ്. ടു ലൈൻസ് കൊടുത്തിട്ടുണ്ടാകും. ആ ടു ലൈൻസും ഏത് പോയിൻ്റ് വെച്ചാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, രണ്ട് ലൈനിന് രണ്ട് ഇക്വേഷൻ കാണും. ആ രണ്ട് ഇക്വേഷനും സബ്ട്രാക്ഷൻ, എലിമിനേഷൻ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഈ രണ്ട് ഇക്വേഷൻസും വെച്ചിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് എക്സിന് ഒരു വാല്യൂ കിട്ടും, വൈന് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂസ് അതാണ് പോയിൻറ്റ്സ്. എക്സിനും വൈനും വാല്യൂസ് കിട്ടും. അത് രണ്ടുമാണ് എക്സ് വൈ ആണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. പിന്നെ ഉള്ളത് ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് ഫ്രം എ ലൈൻ. ഇപ്പോൾ ഒരു ലൈൻ കാണും പിന്നെ ഒരു പോയിൻറ്റും കാണും. ആ പോയിൻറ്റിനും ലൈനിനും ഉള്ള ഡിസ്റ്റൻസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഫോർമുലയാണ് ഡി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ്റെ ലൈന്. അതിൽ നിന്നാണ് എ ബി ആൻഡ് സിയുടെ വാല്യൂസൊക്കെ എടുക്കേണ്ടത്. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. അപ്പോൾ ഇതിൽ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. ഈ രണ്ട് പാരലൽ ലൈൻസിനുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് C1 മൈനസ് C2 ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. രണ്ട് ലൈനും പാരലലാണെങ്കിൽ അതിൽ എ ആൻഡ് ബി എല്ലാം സെയിം ആയിരിക്കും. C1 ആൻഡ് C2 മാത്രമാണ് ഡിഫർ ആവുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് C1 മൈനസ് C2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. നെക്സ്റ്റ് ഉള്ളതാണ് സർക്കിൾ. സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിൽ എ ആൻഡ് ബി ആണ് സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. പിന്നെ ആർ സ്ക്വയർ ആണ് സർക്കിളിൻ്റെ റേഡിയസ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിൻ ആണെങ്കിൽ ഈ ഫോർമുല എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് മാറും. ബിക്കോസ് സെൻറ്റർ ഒറിജിനൽ ആണെങ്കിൽ എ ആൻഡ് ബിയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതായിരിക്കും ഫോർമുല. പിന്നെ വേറൊരു ഫോർമുല ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഇതിൽ സെൻറ്റർ -g, -f ആയിരിക്കും. പിന്നെ റേഡിയസ് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി ആയിരിക്കും. ഇപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് ഗ്രേറ്റർ ദൻ 0 ആണെങ്കിൽ ആ സർക്കിൾ റിയൽ സർക്കിൾ ആയിരിക്കും. റിയൽ സർക്കിൾ വിത്ത് ഫൈനറ്റ് റേഡിയസ്. ഇപ്പോൾ റേഡിയസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു പോയിൻ്റ് സർക്കിൾ ആയിരിക്കും. റേഡിയസ് ലെസ് ദൻ 0 ആണെങ്കിൽ അത് ഇമാജിനറി സർക്കിൾ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് പരബോള. പരബോളയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് പഠിച്ചു വെക്കണം. ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, y ആക്സിസ്, ഇതാണ് പരബോള.
പരബോളയിൽ ഒരു ഫിക്സഡ് ലൈൻ ഉണ്ടാവും. ആ ഫിക്സഡ് ലൈൻ ഇതാണ്. ഫിക്സഡ് ലൈനിൻ്റെ പേരാണ് ഡിറക്ട്രിക്സ്. പിന്നെ ഫിക്സഡ് പോയിൻ്റ് കാണും. ആ ഫിക്സഡ് പോയിൻറ്റിൻ്റെ പേരാണ് ഫോക്കസ് എഫ്. ആ ഫിക്സഡ് പോയിൻറ്റിൽ നിന്നുള്ള ഒരു ലൈൻ, പരബോളയുടെ രണ്ടും കണക്ട് ചെയ്യുന്ന ലൈനാണ് ലാറ്റസ് റെക്റ്റം ഫ്രം ഫിക്സഡ് പോയിൻറ്റ്. ലാറ്റസ് റെക്റ്റം 4A ആയിരിക്കും എല്ലാ കേസസിലും. പിന്നെ കോണിക് സെക്ഷനിൽ ഇസെൻട്രിസിറ്റി വെച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഇത് പരബോളയാണോ എലിപ്സ് ആണോ ഹൈപ്പർബോളയാണോ എന്ന് കണ്ടുപിടിക്കാം. ഇസെൻട്രിസിറ്റി ഈക്വൽ ടു 1 ആണെങ്കിൽ അത് പരബോള ആയിരിക്കും. ഇസെൻട്രിസിറ്റി വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇസെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എലിപ്സ് ആയിരിക്കും. ഇസെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഹൈപ്പർബോള ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. പിന്നെ പരബോള ഇക്വേഷൻസ്. പരബോളയ്ക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലാതെ പരബോളയുടെ ഷേപ്പ് അത് ഏത് ആക്സിസിലാണോ ഉള്ളത് അത് ബേസ് ചെയ്തിട്ട് 4 ഫോർമുലാസ് ഉണ്ട്. ഇപ്പോൾ പരബോള ഈ ഷേപ്പിലാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ y² ഈസ് ഈക്വൽ ടു 4ax ആണ്. അതിൻ്റെ ഫോക്കസ് a,0 ആയിരിക്കും. ഇപ്പോൾ പരബോള എക്സ് ആക്സിസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ സൈഡ് ആണെങ്കിൽ y² ഈസ് ഈക്വൽ ടു -4ax. അതിൻ്റെ ഫോക്കസ് -a,0 ആയിരിക്കും. ഇപ്പോൾ പരബോള ഈ ഷേപ്പിലാണ് അപ്വേർഡാണോ ഉള്ളതെങ്കിൽ അതിൽ x² ഈസ് ഈക്വൽ ടു 4ay, ഫോക്കസ് 0,a ആയിരിക്കും. പിന്നെ ഡൗൺവേർഡ്സ് ഇങ്ങനെ എക്സ് ആക്സിൽ ഫ്രം ദ ഒറിജിൻ ഡൗൺവേർഡ്സ് ആണോ ഉള്ളതെങ്കിൽ x² ഈസ് ഈക്വൽ ടു -4ay. ഇതിൽ ഫോക്കസ് 0,-a ആയിരിക്കും. പിന്നെ പരബോളയുടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എപ്പോഴും 4a ആയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് എലിപ്സ്. എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് x² ഡിവൈഡഡ് ബൈ a² പ്ലസ് y² ഡിവൈഡഡ് ബൈ b² ഇസ് ഈക്വൽ ടു 1. ഇതാണ് എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. എലിപ്സിൽ ഇത് ഫിക്സഡ് പോയിൻറ്റ് ഫോക്കസ് ആണ്. ഫ്രം ദ ഫോക്കസ് എവിടെയാണോ ഉള്ളത് അവിടെയുള്ള സ്ട്രെയിറ്റ് ലൈൻ കണക്റ്റിംഗ് ദ എൻഡ് ബോത്ത് സൈഡ് ഓഫ് എലിപ്സ് ഇസ് കോൾഡ് ലാറ്റസ് റെക്റ്റം. ഇതിൽ ഫോക്കസ് F1 F2 2 ഫോക്കസ് ഉണ്ട്. ഈ ലെന്താണ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. ഇതിൽ ഇഫ് a ഗ്രേറ്റർ ദാൻ b ആണെങ്കിൽ ലാറ്റസ് റെക്റ്റം ഈക്വൽ ടു 2b² ബൈ a. ഇസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു, ഇത് e² അല്ല കേട്ടോ, ഈസ് ഈക്വൽ ടു √1 - b² ഡിവൈഡഡ് ബൈ a². മേജർ ആക്സിസ് ഈക്വൽ ടു 2a, മൈനർ ആക്സിസ് ഈക്വൽ ടു 2b. പിന്നെ ഇഫ് a ലെസ് ദാൻ b ആണെങ്കിൽ ലാറ്റസ് റെക്റ്റം ഈക്വൽ ടു 2a² ഡിവൈഡഡ് ബൈ b. ഇസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു e² അല്ല, is equal to √1 - a² divided by b². Major axis 2a, major axis 2b, minor axis 2a. ഇപ്പോൾ a ഈക്വൽ ടു b ആണെങ്കിൽ എലിപ്സ് സർക്കിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് 2 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് x² ബൈ a² മൈനസ് y² ബൈ b² ഈക്വൽ ടു 1. സെക്കൻഡ് ഇക്വേഷൻ ആണ് y² ബൈ a² മൈനസ് x² ബൈ b² ഇസ് ഈക്വൽ ടു 1. ഇവിടെ a ഈക്വൽ ടു b ആണെങ്കിൽ a b 2 വാല്യൂസ് ഉണ്ടല്ലോ, അതിൽ a ഈക്വൽ ടു b ആണെങ്കിൽ അത് ഇക്വലാറ്ററൽ ഹൈപ്പർബോള ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഇസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു √1 + b² ഡിവൈഡഡ് ബൈ a². ലാറ്റസ് റെക്റ്റം ഇസ് ഈക്വൽ ടു 2b² ബൈ a². ദെൻ ഉള്ളതാണ് ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, ഷിയറിങ്. അതൊക്കെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നതാണ്. ഷേപ്പ് ഒന്നും മാറാതെ ആ പോയിൻ്റ് മാത്രം ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ചേഞ്ച് ചെയ്യുന്നതാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷനിൽ എക്സ് ആൻഡ് വൈ ആണ് ഒറിജിനൽ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. അതിൽ x', y' ആണ് ന്യൂ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ x' ഇസ് ഈക്വൽ ടു x പ്ലസ് tx ട്രാൻസ്ലേഷൻ വാല്യൂ ആണ്. y' ഇസ് ഈക്വൽ ടു y പ്ലസ് tx. ഇതിൽ y പ്ലസ് ty ആണ്, അത് ട്രാൻസ്ലേഷൻ ഓഫ് y വാല്യൂ ആണ്. പിന്നെ ഉള്ളത് റൊട്ടേഷൻ ഒരു ലൈനിന് നമ്മൾ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ അതിനൊക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. ഇതിൽ എക്സ് ആൻഡ് വൈ ഒറിജിനലായിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ആയിരിക്കും. x' ആൻഡ് y' റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമുള്ള പോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ x' ഇസ് ഈക്വൽ ടു x cos θ മൈനസ് y sin θ, y' ഇസ് ഈക്വൽ ടു x sin θ പ്ലസ് y cos θ. ഇതിൽ θ ഇസ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ്. നെക്സ്റ്റ് വൺ സ്കെയിലിംഗ് ആണ്. സ്കെയിലിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ഒറിജിൻ ആണെങ്കിൽ x'
എക്സ് ആൻഡ് വൈ ആണ് ഒറിജിനൽ കോർഡിനേറ്റ്സ്. ആഫ്റ്റർ സ്കെയിലിംഗ് ഉള്ള കോർഡിനേറ്റ്സ് ആണ് എക്സ് ഡാഷ് ആൻഡ് വൈ ഡാഷ്. ഇപ്പോൾ സ്കെയിലിംഗ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എസ് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എസ് വൈ ഇൻറ്റു വൈ. ഇതിൽ എസ് എക്സും എസ് വൈയും സ്കെയിലിംഗ് ഫാക്ടേഴ്സാണ്. ഇപ്പോൾ സ്കെയിലിംഗ് വിത്ത് റെസ്പെക്ട് ടു ഫിക്സഡ് പോയിൻ്റ് ആണെങ്കിൽ ആദ്യം നമ്മൾ അതിനെ ഒറിജിനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സ്കെയിലിംഗ് ഫാക്ടർ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അത് പിന്നെയും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ കൊണ്ടുവരണം. ഇങ്ങനെയാണ് സ്കെയിലിംഗ് വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് പോയിൻ്റ് അതർ ദൻ ഒറിജിൻ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ഉള്ളതാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ അബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ. റിഫ്ലക്ഷൻ അബൌട്ട് വൈ ആക്സിസ് ആണെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ. റിഫ്ലക്ഷൻ അബൌട്ട് ഒറിജിൻ ആണെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ. എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നൊരു ലൈനെയാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ആയിട്ട് മാറും. പിന്നെ വൈ ഈക്വൽ ടു മൈനസ് എക്സ് ആ ലൈനെയാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ആവും. പിന്നെ ലാസ്റ്റ് ഉള്ളതാണ് ഷിയർ. ഷിയർ ഇൻ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഷിയർ ഫാക്ടർ എക്സ് ഇൻറ്റു വൈ ആൻഡ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ. ഇതിൽ ഷിയർ ഫാക്ടർ എക്സും ഷിയർ ഫാക്ടർ വൈയും അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഷിയർ ഇൻ വൈ ഡയറക്ഷൻ ആണെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ഷിയറിംഗ് ഫാക്ടർ വൈ ഇൻറ്റു എക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോർഡിനേറ്റ് ജോമെട്രി. ഇതിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത്, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആൻഡ് കോൺസെപ്റ്റ്സ്. ഇതിലുള്ള ഫോർമുലാസ് എല്ലാം പേപ്പറിൽ എഴുതിയെടുത്തിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പിന്നെ ഗൂഗിളിൽ നിന്ന് എടുത്ത് വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് പറ്റുവാണെങ്കിൽ ടൈം കിട്ടുവാണെങ്കിൽ ബാലൻസ് സബ്ജക്ട്സിൻ്റെ വീഡിയോസും ഇതുപോലെ അപ്ലോഡ് ചെയ്യാം. താങ്ക്